നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനുള്ളതേ എൻ്റെ നാട്ടിലെ തന്നെ വളരെ പഴക്കം ചെന്ന വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു തറവാട്ടിലാണ്. അപ്പോൾ ഈ തറവാട് പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 തലമുറയോളം താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തറവാടാണ്. എന്നാലും ഇന്നും അതിൻ്റെ ആ ഒരു ഭംഗി പോകാതെ ഇന്നും അതിനെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ തലമുറ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഈ തറവാട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചത്. ഈ കാണുന്നതാണ് ഇരവിമംഗലം തറവാട്. വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ തറവാട്. വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പഴുവിലെന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ് ഇവരുടെ പിന്മുറക്കാർ. അന്ന് കൃഷിയും കച്ചവടമൊക്കെ ആയിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. എത്ര വേനൽക്കാലമാണെങ്കിലും പുറത്ത് എത്ര ചൂടുണ്ടെങ്കിലും ഈ തറവാടിൻ്റെ അകത്തും പുറത്തും ഒരു തരി ചൂട് അനുഭവപ്പെടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ തറവാടിൻ്റെ ചുറ്റുമായിട്ട് വളരെ വലിയൊരു ജാതിത്തോട്ടം തന്നെയുണ്ട്. അതിൻ്റെ ആ ഒരു തണുപ്പ് നമുക്ക് എല്ലായിടത്തും അനുഭവപ്പെടും. മഴക്കാലമായ കൊണ്ട് തന്നെ തോടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. തറവാടിൻ്റെ തെക്ക് വശത്തായിട്ട് നിറയെ ജാതി മരങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തറവാടിൻ്റെ മുമ്പിലായിട്ട് ചെറിയ ഒരു കുളവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് തോർന്ന സമയമായതുകൊണ്ട് പുൽത്തകടിയിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. തറവാടിൻ്റെ തെക്ക് വശമാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അവിടെയായിട്ട് ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റേജ്, അതാണ് ഈ കാണുന്ന ഓപ്പൺ സ്റ്റേജാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വന്ന് ഇരിക്കാനും വർത്തമാനം പറയാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു സ്പേസാണ് ഈ കാണുന്നത്. അവിടെയായിട്ട് കാണുന്ന ആ ഒരു ബുക്ക് ഷെൽഫ് കണ്ടോ, അതൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാലാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. പണ്ട് കാലത്ത് ഈ തറവാടിൻ്റെ മുമ്പിലായിട്ട് ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നു. അന്ന് ആ തൊഴുത്തിൽ പശുക്കൾക്ക് പുല്ലും വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് വച്ചിരുന്ന കൈവരിയുടെ ആ ഒരു പോർഷനാണ് ഈ കാണുന്ന ബുക്ക് ഷെൽഫാക്കി മാറ്റിയിരിക്കുന്നത്. ഈ തറവാട്ടിലെ എല്ലാ പഴയ വസ്തുക്കളെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നതുകൊണ്ട് തോടൊക്കെ നിറഞ്ഞിരിക്കുവാണ്. ഈ ജാതിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നടക്കാനും ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനൊക്കെ നല്ല രസമാണ്. ആ ഒരു തണുപ്പ് ശരിക്കും നമുക്ക് അനുഭവപ്പെടും. താഴെയായിട്ട് ഒരുപാട് ജാതിക്ക വീണ് കിടപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ കുറേ നേരം ഈ തൈകളുടെ ഇടയിലൂടെ കുറേ നേരം അങ്ങനെ നടന്നു. നല്ല രസമാണ്. കാരണം നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ റിലാക്സ് ആകും. അതുപോലെയാണ് ഇവർ ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാവുന്ന പഴയ പല തറവാടുകളും നശിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റാണ്. ഒരു പുതിയ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടും പണച്ചെലവുമാണ് പഴയ ആ ഒരു ബിൽഡിങ്ങിനെ ഇതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. എന്നാൽ നല്ല രീതിയിൽ 2016 ഇവരിതിനെ വീണ്ടും ആ ഒരു പഴയ തറവാടിൻ്റെ പ്രൗഢിയോടുകൂടി ജീവൻ വെപ്പിച്ചെടുത്തു. തറവാടിൻ്റെ വടക്കേ ഭാഗത്തായിട്ട് കാണുന്ന ബാൽക്കണിയോടുകൂടിയ ആ ഒരു ഭാഗം മാത്രമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളത്. ഇനി നമുക്ക് തറവാടിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വരാന്തയാണ്. നല്ല നീളൻ വരാന്ത. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനും അതേപോലെ നല്ല മഴയുള്ള സമയത്ത് മഴ കണ്ട് ആസ്വദിച്ചിരിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ തറയോടുകളാണ് പാകിയിരിക്കുന്നത്. പഴയ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തറയോടുകളായതുകൊണ്ട് നല്ല തണുപ്പാണ്. നമുക്കത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ കാണുന്ന ആ ഒരു ചാരുബെഞ്ച് കണ്ടോ, പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷനാണത്. എത്ര ചൂടുണ്ടെങ്കിലും ആ ബെഞ്ചിൽ കിടന്നാൽ നല്ല തണുപ്പായിരിക്കും. അതുപോലെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. തറവാടിൻ്റെ പല സ്ഥലത്തുമായിട്ട് ഇതേപോലെ ബോഗൻവില്ലകൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പല നിറങ്ങളിലായിട്ട് അതിങ്ങനെ പൂവിട്ട് നിൽക്കും. തറവാടിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു പൂമച്ചോട് കൂടിയ അറ നമുക്ക് കാണാൻ പറ്റും. ഈ അറയ്ക്കകത്തായിട്ട് രൂപക്കൂടും അവിടെ ഒരു കിടാവിളക്കൊക്കെ ഉണ്ട്. തറവാടിന് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഈ കിടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ വളരെ വലിയ ഒരു വിസിറ്റിംഗ് ഹാള് ഇവിടെയുണ്ട്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനും വട്ടം കൂടിയിരുന്ന് സൊറ പറയാനൊക്കെ ആയിട്ട് കസേരകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഇവിടെ ഇവരുടെ പിന്മുറക്കാരുടെ ഫോട്ടോസൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. തറവാട്ടിൽ മുൻപുണ്ടായിരുന്ന പിന്മുറക്കാരുടെ ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഈ തറവാടിനെ ഇതേപോലെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ആളുകളാണ് ഇവരെല്ലാവരും. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു സ്വീകരണ മുറി പോലെ തന്നെ തറവാടിൻ്റെ വടക്കേ ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു ഹാളുണ്ട്. ഇതേപോലെ തന്നെ എല്ലാവർക്കും ഇരിക്കാനും അതേപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ നല്ല ഒരു സ്പേസാണത്. അതേപോലെ തന്നെ ഇവിടെ ഒരു നടുമുറ്റമുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഈ നടുമുറ്റത്ത്
വട്ടം കൂടിയിരുന്ന് മഴ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഒരു രസമാണ്. ശരിക്കും നമ്മൾ ഈ കൊത്തുപണികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സംവിധാനങ്ങളാണിതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഔട്ട്ഡോറിലായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ, റീയൂണിയൻസ്, പ്രൈവറ്റ് ഡൈനിങ്, ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ ഔട്ട്ഡോറിലുണ്ട്. അൺവൈൻഡ് ആംബിയൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തൈക്കാട്ടുശ്ശേരിയിലാണ് ഈ തറവാട്. ഇവിടെ സ്പേസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവർ അതിൽ നോക്കിയാൽ മതി. അതേപോലെ ഇൻസ്റ്റയുടെ പേജാണിത്. അടിപൊളിയായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ചുറ്റും നല്ല ജാതിത്തോട്ടം ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ FB പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ കൂടെ ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം കേട്ടോ.